ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് പോയിട്ട് ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ഫ്രം ഷംസി ഫോർ ടെക് എന്ന് പറയുന്ന ഈ ചാനലിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ഐ ആം വിഷിങ് യു എ ഹാപ്പി ഈദ് മുബാറക്. അത് അഡ്വാൻസ് ആയിട്ട് പറയണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുക. പരമാവധി പുതിയ പുതിയ കണ്ടന്റ്സോ കാര്യങ്ങളോ പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. കാരണം ഇനി ഭാവിയിൽ എല്ലാം വരാൻ പോകുന്നതും കണ്ടന്റ് പരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം. പിന്നെ അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ വളരെ റെലവൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പഠിക്കുക. അതൊരു അവയർനെസ്സും കൂടിയാണ്. പരമാവധി നിങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിക്കാണ്ടിരിക്കുക. പിന്നെ ഈ മിസൈല് പോകുന്ന വീഡിയോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക. ഗവൺമെൻറ് എന്താണ് റെലവൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് തരുന്നത് അത് മാത്രം ഫോളോ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ മണി ഗവൺമെൻറ് ഇവിടെ തരും. ഈ അടുത്ത് ഒരു കുടുംബം എന്തോ റോക്കറ്റിൻ്റെ ജസ്റ്റ് വീഡിയോ വെറുതെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചാൽ ബൈ മിസ്റ്റേക്കിൽ അയാൾ നടന്നു പോകുന്ന ഇടയിൽ പോലീസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് അയാൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അത് ഷെയർ ചെയ്ത് അയാളെ പിടിച്ചുകൊണ്ടേ 2 ലക്ഷം രൂപയാണ് അയാൾക്ക് ഫൈൻ ഈടാക്കിയത്. അതുമാത്രമല്ല, അയാളെ ഡീപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം. പിന്നെ അതും പോരാണ്ട് 6 മാസത്തെ ജയിൽ ശിക്ഷ അയാൾ സഹിക്കേണ്ടി വന്നു. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഭയങ്കര ശ്രദ്ധിക്കുക. അപ്പോൾ പരമാവധി നിങ്ങൾ വ്ളോഗോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെലവൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കുക. ഈ ദുബായിനെ ബേസ് ആയിട്ടുള്ള വ്ളോഗ് ചെയ്യുമ്പോൾ പല ദുബായിൻ്റെ എന്താ പറയുക ഫുഡ് കോർട്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈല് അങ്ങനത്തെ ഒക്കെ വ്ളോഗ് ചെയ്യുക. പരമാവധി യുദ്ധപ്പെട്ടുള്ള വ്ളോഗുകൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് 5:30 മണിക്ക് എനിക്ക് ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ മിസൈൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താൽ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട്. അപ്പോൾ നിങ്ങളോട് വീണ്ടും പറയണേ, എല്ലാവരും സേഫായിട്ട് നിൽക്കുക. അപ്പോൾ ഏതായാലും നമ്മുടെ ടെക് ന്യൂസിലേക്ക് നമുക്ക് വീണ്ടും കിടക്കാം. അപ്പോൾ ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് കിടക്കല. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് ഷോമിൻ്റെ 18 Pro Max എന്ന് പറഞ്ഞ സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ വർഷമാണ് ലോഞ്ചിങ്. ഏറ്റവും ഒരു കിടക്കാച്ചി സ്പെക്കും കൂടിയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 80 Lite Gen 6 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇത് LPDDR-ന്റെ 5x RAM ആണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ UFS 4.1. ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊരു സ്ക്രീനും കൂടെ വരുന്നുണ്ട്. ആ സ്ക്രീനിൽ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യുക, ആനിമേഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഷോമി 17 Pro Max ഞാൻ കണ്ടിരുന്നു. അതിലുള്ള എല്ലാ സെയിം ഫീച്ചറുകളും ഇതിലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ബാക്ക് സ്ക്രീൻ വരെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതും LTPO ആണ്. പിന്നെ മെയിൻ സ്ക്രീൻ 6.9 ഇഞ്ച്, അതും LTPO ഡിസ്പ്ലേ ആണ്, OLED ഡിസ്പ്ലേ ആണ്. LPDDR5Xന്റെ RAM വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ക്യാമറ മെഗാപിക്സലും കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇത് UFS ഒരു 4.1 ആവാനാണ് സാധ്യത. പിന്നെ അതും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കർവ് ഡിസ്പ്ലേ അല്ല. അപ്പം അതൊരു വലിയൊരു പ്രത്യേകതയും കൂടെയാണ് പറയാനുള്ളത്. ഓപ്പോൻ്റെ Find 10 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കിടുക്കാച്ചി സ്പെക്ക് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഒരു അടിപൊളി പ്രോസ്പെക്ട് ഫോണും കൂടിയാണ്. Find 10ന്റെ സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ Dimensity-ന്റെ 9500 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 6.5 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, പിന്നെ 1.5K റെസൊല്യൂഷൻ, LPDDR5 RAM, 5x RAM ആണ് വരുന്നത്. പിന്നെ അത് UFS ആണെങ്കിൽ 4.1. പിന്നെ ബാറ്ററി ബാക്കപ്പ് എന്തായാലും വലിയൊരു ബാറ്ററിയാണ്, ഒരു രക്ഷയല്ല. ഒരു 7000 എസ്റ്റിമേഷൻ ആയിരിക്കും ബാറ്ററി വരുന്നത്. പിന്നെ 1.5K റെസൊല്യൂഷന് സപ്പോർട്ട് ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ? ചാർജിങ് സ്പീഡൊക്കെ ഏകദേശം ഒരു 120 വാട്ട്സോ ഒക്കെ ആയിരിക്കും ഇറങ്ങുക. അതും നോ ഡൗട്ട്. പിന്നെ വയർലെസ് ചാർജിങ് എല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ റിവേഴ്സ് ചാർജിങ്ങോ ഒക്കെ അതിൽ സപ്പോർട്ട് ചെയ്യും. അത് വേറൊരു പ്രോസ്പെക്ട് ഫോണും കൂടിയാണ്. പിന്നെ ക്യാമറ മെഗാപിക്സൽ വരുന്നത് 50 മെഗാപിക്സലിലെ ക്യാമറ ആയിരിക്കും റെയർ വരിക. പിന്നെ അൾട്രാ വൈഡ് ആംഗിളും അതും എനിക്ക് തോന്നുന്നത് ഒരു 200 മെഗാപിക്സലൊക്കെ ആവാനാണ് സാധ്യത. പക്ഷെ Find 10 Proയിലേക്ക് വരുമ്പോൾ വേറെ ലെവലാണ്. ഇത് Dimensity-ന്റെ 9600 എന്ന് പറയുന്ന 2 നാനോ മില്ലിമീറ്ററിൻ്റെ
ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ Find 10 Pro ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ UFS സിസ്റ്റത്തിലും മാറ്റുണ്ട് 5.0. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആണ്. പിന്നെ LPDDR6 റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ ബാറ്ററി ഒക്കെ വലിയ ഹൈ ലെവൽ ബാറ്ററി ആയിരിക്കും വരാം. പിന്നെ പെരിസ്കോപ്പിക് ക്യാമറ 200 മെഗാ പിക്സലിലെ പെരിസ്കോപ്പിക് ക്യാമറയും അൾട്രാ വൈഡ് ആംഗിളും അതും 200 മെഗാ പിക്സലിലെ ക്യാമറ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ റെൻഡറും കാര്യങ്ങളും ഞാൻ ഇതിലിടാം. പ്രൈസും കാര്യങ്ങളൊന്നും ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വാട്സാപ്പിന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത്. പാരൻസിന്റെ ഒരു അപ്ഡേറ്റും കൂടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോണത്. ഇനി നിങ്ങൾക്ക് പാരന്റൽ കൺട്രോളിങ് വാട്സാപ്പിൽ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടാബ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോളിങ്ങും കാര്യങ്ങളോ ഒന്നും നമുക്കിപ്പോൾ നിലവിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് പുതിയ വാട്സാപ്പിൻ്റെ അപ്ഡേറ്റിൽ നമുക്ക് ഇനി കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ഏത് മെസ്സേജസിലേക്കാണ് പോകുന്നത്, അപ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. അവർ ഏത് ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്, ആരെയാണ് അവർ കോൾ ചെയ്യുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് വാട്സാപ്പിൽ നമുക്ക് തന്നെ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെസ്സേജസ് ഡിസപ്പിയറിങ് ചെയ്യാനും പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് വാട്സാപ്പ് യൂസ് ചെയ്യണം, യൂസ് ചെയ്യാൻ പാടില്ല, ടൈമറുകൾ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ വാട്സാപ്പിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്ഡേറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് ലൈക്ക് ചെയ്യുക. ഗൂഗിൾ മാപ്പിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടിയാണ്. അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്പിനായിട്ട് ഇനി ജെമിനി ടൈ അപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും AI മുഖേനയാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇനി ഗൂഗിൾ മാപ്പ് നമ്മൾ തുറക്കുക, എന്നിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റ് റിവ്യൂ അറിയണം, അതിൻ്റെ ഫുഡ് കോഴ്സ്, മെനു, കാര്യങ്ങൾ, അവയർനെസ്, എത്ര കിലോമീറ്റർ ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുകളും ഈ ഗൂഗിൾ മാപ്പിലും കൊടുക്കാൻ പോവാണ് ജെമിനി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ലൊക്കേഷൻ സെറ്റ് ചെയ്യാം. ഇത്ര മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ വരും, അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നേ എനിക്ക് ഒരു ഹോട്ടൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനി എല്ലാ കാര്യങ്ങളും ഗൂഗിൾ മാപ്പിൽ കൂടെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യും. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ആദ്യം വരാൻ പോകുന്നത് US-ലാണ്. അതിനുശേഷം തീർച്ചയായിട്ടും ഇവിടെ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വരട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടെ പറയാനുണ്ട്. അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ് ഷെയർ ചെയ്യാനുള്ളത്. അതിപ്പോൾ എങ്ങനെ ഞാൻ അവതരിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ. എന്തായാലും കൺഫ്യൂഷൻ ഞാൻ തീർക്കാം. ആദ്യം ബാക്ക് ടു ദ സ്റ്റേജ്. അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ നിലവിൽ അറിയാലോ, മിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, HBO Max ഒക്കെയാണ് ആൾക്കാർ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. TV ഒക്കെ യൂസ് ചെയ്യുന്ന കാലഘട്ടം ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കണം. വളരെ അപൂർവ ആൾക്കാരാണ് TV കാണാം. മുന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നൊരു കാര്യം ഒന്ന് റേഡിയോ, ന്യൂസ് പേപ്പർ, പിന്നെ ടിവിയിലായിരുന്നു ഒരുപാട് കാർട്ടൂൺസും അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. സിനിമ വരെ ഒക്കെ നമ്മൾ കണ്ടിരുന്നു, ന്യൂസ് വരെ. ഇന്നിപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് മാറാൻ തുടങ്ങി. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ന്യൂസുകളൊക്കെ നമ്മൾ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ മുന്നേ നമ്മൾ HBO ഒക്കെ കണ്ടിരുന്നു. HBO മൂവീസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇച്ചിരി ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അത് യൂട്യൂബാണ്. യൂട്യൂബിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ നടത്തുന്നത്. അതിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കാർട്ടൂൺസ്, ന്യൂസ്, മ്യൂസിക് എല്ലാതും കൂടെ ചേർന്ന് വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് യൂട്യൂബ് മാറിയിരിക്കുകയാണ്. അതാണ് എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. പിന്നെ പോരാത്തതിന് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷപ്പെട്ട കാര്യം, ഞാൻ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലുള്ള ഒരു കാര്യമുള്ളതും നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണം തോന്നി. അതൊരു വലിയൊരു സത്യം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ മിക്ക അപ്ഡേറ്റുകളും കാര്യങ്ങളും, ഈവൻ സ്പോർട്സ് പരമായിട്ടുള്ള ന്യൂസ് ആണെങ്കിലും, ക്യാമറയുടെ അപ്ഡേറ്റ്സ് ആയാലും, ഈവൻ ടെക്നോളജി അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ എടുക്കുന്നതൊക്കെ യൂട്യൂബിൽ കൂടെയാണ്, ഷെയർ ചെയ്യുന്നതും യൂട്യൂബിൽ കൂടെയാണ്. അപ്പോൾ യൂട്യൂബ് ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരിക്കുകയാണ്. HBO വരെ മറികടന്നിരിക്കുകയാണ് എന്നാണ് അപ്ഡേറ്റ് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്.
എന്താ കാലഘട്ടം. നമ്മളൊക്കെ ഇപ്പോൾ ഇനി സോഷ്യൽ മീഡിയ മൊത്തത്തിലേക്ക് മാറാൻ പോവുകയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടെയാണ് എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണം എന്ന് പറയാനുള്ളത്. അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ എടുത്തു കളയാൻ പോകണം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ പ്രൈവസിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ യുദ്ധം അതേപോലെ അങ്ങനത്തെ കുറേ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ ആ ഡാറ്റാബേസ് യവന്മാർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആരാണ് ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നത്, ഏത് രാജ്യത്തിലേക്കാണ് ഷെയർ ചെയ്യുന്നത്, എന്താണ് ചോർത്തുന്നത്, അതൊന്നും നമുക്കറിയാൻ പറ്റണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒക്കെ എടുത്തിട്ട് കളയാൻ പോകും. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് നമ്മുടെ സമ്മതം ഇല്ലാണ്ട് വേറെ ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈവൻ എൻ്റെ ഉപ്പാക്കോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടേഴ്സിനോ കൊടുക്കാൻ പറ്റില്ല. നമ്മളാണ് അതിന് സെക്യൂരിറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി റീസൺ കാരണത്താൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയ അപ്ഡേറ്റിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എടുത്തു ഒഴിവാക്കാൻ പോകുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഷെയർ ചെയ്തേ പറ്റൂ. കാരണം അത് നമ്മുടെ സെക്യൂരിറ്റിയാണ്, ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തീർച്ചയായിട്ടും അടുത്തതിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ് ഓഫ് ആക്കിയിടണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റിയൽമിയുടെ 17 Pro Plusൻ്റെ ക്യാമറ സെൻസേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇത് അടുത്ത് ലോഞ്ച് ചെയ്യും. ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് 200 മെഗാപിക്സലിൻ്റെ റെയർ ക്യാമറയാണ് വരുന്നത്. അതും HP5 എന്ന് പറയുന്ന പുതിയ സാംസങ്ങിൻ്റെ സെൻസറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ, അത് JN5 സെൻസറാണ് യൂസ് ചെയ്യുന്നത്. അത് ഓൾഡ് ജനറേഷൻ സെൻസറാണ്, പക്ഷെ അത് സാംസങ്ങിൻ്റെ സെൻസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് 200 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പിക് ക്യാമറ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ സാംസങ് ഒരുപാട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പനികൾ, അതായത് ഇപ്പോൾ ഓപ്പോ, വിവോ, റിയൽമി, ഈ പെരിസ്കോപ്പിക് സെൻസറുകളൊക്കെ കൊടുക്കുന്നത് സാംസങ് ആണ്. അതും JN5 സെൻസേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ സാംസങ് ഈസ് ഔട്ട് ഓഫ് ദ റേഞ്ച് വേറെ തന്നെയാണ്. എനിക്ക് അത് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണം. നല്ലൊരു തീരുമാനം. കാരണം സാംസങ് ഇനി പുതിയ സെൻസറുകൾ എന്തായാലും ഉണ്ടാക്കും. ഞാൻ മുന്നത്തെ ഒരു വീഡിയോകളിൽ പറഞ്ഞിരുന്നു സാംസങ് 200 മെഗാപിക്സൽ കഴിഞ്ഞിട്ട് 400 മെഗാപിക്സൽ സെൻസർ വരെ ഉണ്ടാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സാംസങ് ഈ മാർക്കറ്റിൽ മുന്നോട്ട് പോകുന്നത്. പുതിയൊരു അപ്ഡേറ്റ് പറയാണ്ട് നമ്മുടെ ഈ ഐഫോണിൻ്റെ ഫോൾഡ് ഓൾറെഡി ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ക്വാർട്ടർ 3-ാം വാരം അല്ലെങ്കിൽ 4-ാം വാരം ഒക്കെ കൂടിയിട്ടായിരിക്കും അതിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളും. ഇനി ഐഫോൺ ഫോൾഡിൻ്റെ യൂസർ ഇൻ്റർഫേസിൽ വലിയൊരു മേജർ അപ്ഗ്രേഡേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. 2 ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഐപാഡ് എയർ, ഐപാഡ് പ്രോയിലൊക്കെ ഉള്ള അതേ സെയിം സംഭവം ഈ ഐഫോൺ ഫോൾഡിലും വരാൻ പോകുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യാം. പിന്നെ പറയാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ളൊരു അപ്ഡേറ്റും കൂടെ പറയാനുണ്ട്. അത് പറഞ്ഞേ പറ്റൂ. ഈ ഒരു ചാനലിൽ, അതായത് ഐക്കും വിവോയും കൂടെ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്ത് ഫോണുകളുടെ പ്രൈസിൻ്റെ വില കൂട്ടാൻ. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഫോണിൻ്റെ പ്രൈസ് നിലത്തേക്ക് ഡ്രോപ്പ് ചെയ്യും എന്നുള്ളത് യാതൊരു രീതിയിലും പ്രതീക്ഷിക്കേണ്ട. പ്രൈസ് ഡ്രോപ്പ് ചെയ്യും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ കാര്യങ്ങൾ. 2026 ഇന്ത്യയിൽ ഗ്യാസിൻ്റെ വില കൂട്ടി. ഇവിടെ ടെക്നോളജികൾക്കും ലോകത്തിലെ എല്ലായിടത്തും ടെക്നോളജീൻ്റെ വിലയും കൂട്ടി. ഗ്യാസ് കിട്ടാനില്ല. ഇവിടെ റാമിൻ്റെ കോമ്പണൻസ് കിട്ടാത്തതുകൊണ്ടാണ് യവന്മാർ വില കൂട്ടിയതും. AI കാരണത്താലും വില കൂട്ടി. അപ്പോൾ നമ്മൾ 2026 ഡിസാസ്റ്റർ ഇയറായിട്ട് മാറിയിരിക്കുകയാണ്. അത് പ്രഖ്യാപനം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. 2026 ഈസ് ഗോയിങ് ടു ബി എ വെരി ഹാർഡ് ഇയർ ഫോർ ടെക്നോളജി. പക്ഷേ ഇൻ റിയാലിറ്റിയിലും ഈ ഗ്യാസും നമ്മുടെ തിന്നുന്ന നമ്മൾ തിന്നുന്ന നമ്മൾ തിന്നുന്ന ഐറ്റംസിനെ അടക്കം വരെ വില കൂട്ടിയിട്ടുണ്ട്. ഇനി iQOO Z11S ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു അടിപൊളി കിടുക്കാച്ചി ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. ഡിമെൻസിറ്റിൻ്റെ 8500 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. UFS 4.1, LPDDR5X റാം, പിന്നെ 6.8 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ്. ഇത് LTPO ഡിസ്പ്ലേ ആണ്. അതും 165 Hz റിഫ്രഷ് റേറ്റ്,
9020 mAh ബാറ്ററി, 90 വാട്ട്സ് ചാർജർ, പിന്നെ ബൈപ്പാസ് ചാർജിങ്ങും വർക്ക് ചെയ്യുമെന്നാണ് പറയണത്. പിന്നെ വിവോൻ്റെ ഒരു ഗെയിമിംഗ് ചിപ്സെറ്റോ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഫോണിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ മാറ്റർ. പിന്നെ ഇത് 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോണാണ്. 512 GB സ്റ്റോറേജും 16 GB റാമാണ് വരുന്നത്. 16 GB റാമാണ് വരുന്നത്. ഈ ഒരു ഫോണ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോണും കൂടെയാണെന്ന് പറയാനുള്ളത് നിങ്ങളടുത്ത്. പിന്നെ ഈ ഒരു ഫോണ് UAE ലോഞ്ച് ചെയ്യും. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നൂണിലോ അല്ലെങ്കിൽ ആമസോണിലോ ഇറങ്ങും. കുറച്ചും കൂടെ ധൈര്യമായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ നൂണിൽ പോയിട്ട് ധൈര്യമായിട്ട് എടുത്തോ. നൂണിൽ ഇത് 2 വെർഷൻ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചോയ്സാണ്. ഇൻ്റർനാഷണൽ വെർഷൻ വേണോ അതോ മിഡിൽ ഈസ്റ്റ് വെർഷനും വേണം. മിഡിൽ ഈസ്റ്റ് വെർഷൻ വേണമെങ്കിൽ 10-300 ദിർഹംസ് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇൻ്റർനാഷണൽ വെർഷൻ ആണെങ്കിൽ ഒരു 300 ദിർഹംസ് കുറച്ചിട്ട് അവർ വെക്കും. അപ്പോൾ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് ഈ ഫോണ് ഏത് വെർഷൻ വേണം, മിഡിൽ ഈസ്റ്റ് വേണോ അതോ മറ്റേ ഇൻ്റർനാഷണൽ വെർഷൻ വേണോ എന്നുള്ളത്. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ചൈനീസിലാണ് ഈ സാധനം ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ പ്രൈസ് റേറ്റ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ അടിയിലോ മെൻഷൻ ചെയ്യാം. ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോണും കൂടിയാണ്. അതും 165 ഹെർട്സിൻ്റെ LTPO ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത് ഈ ഒരു ഫോണ്. പിന്നെ ചില ഗെയിമുകൾ കളിക്കുമ്പോൾ ചിലത് 60 ഹെർട്സിൽ സപ്പോർട്ട് ചെയ്യും, മനസ്സിലായ. ചില ഗെയിമുകൾ 60 ഹെർട്സ് ഉണ്ടെങ്കിൽ 60 ഹെർട്സിൽ വർക്ക് ചെയ്യും. ചില ഗെയിംസുകൾ 120 വർക്ക് ചെയ്യും. ചില ഗെയിമുകൾ സ്ട്രേറ്റ് 165 ഹെർട്സിലും വർക്ക് ചെയ്യും. അതേപോലെ തന്നെയാണ് ആപ്ലിക്കേഷൻ്റെ കാര്യത്തിലും. അപ്പോൾ വൈസ് വർസ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രേറ്റ് ഫോണും കൂടെയാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഫോണുകളെ വില കൂട്ടി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. എൻ്റെ കയ്യിലല്ല ഇതിൻ്റെ കാര്യങ്ങൾ. റിയൽമിയുടെ P4 Lite എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോണ്. 19-ാം തീയതിയാണ് അതിൻ്റെ ലോഞ്ചിങ്. ഇത് ഡിമെൻസിറ്റിൻ്റെ 6300 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 6.4 ഇഞ്ചിൻ്റെ IPS LCD ആണ്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 15 വാട്ട്സിൻ്റെ ചാർജർ, LPDDR4X റാം, UFS 2.2. പിന്നെ സ്റ്റോറേജ് ഇതൊരു 6 GB 128 അല്ലെങ്കിൽ 8 GB 256 GB ഒക്കെ വേരിയൻറ്റ് വെച്ചിട്ട് ഇറങ്ങും. അത് ഓരോ കൺട്രി അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ. പിന്നെ 15 വാട്ട്സിൻ്റെ ചാർജർ, പിന്നെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും പോരാണ്ട് ബൈപ്പാസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് 144 ഹെർട്സിൻ്റെ LTPS ഡിസ്പ്ലേ ആണ്. അതായത് 60 ഹെർട്സ് ടു 144 വരെ നമുക്കിത് റിഫ്രഷ് റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അഡാപ്റ്റീവ് അല്ല. എന്താണ് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. പിന്നെ വിവോൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടെ പറയാണ്ട്. വിവോ ഒരു റോളബിൾ സ്മാർട്ട് ഫോണിൻ്റെ ഒരു പാറ്റൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെൻഡറും ഞാനിതിടാം. റോളബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണ് ഒരു ബട്ടൺ ഇവിടെ, ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ സ്ക്രീന് കുറച്ചുകൂടെ വലിപ്പം കൂടും. അതാണ് റോളബിൾ. ഇപ്പോൾ നിലവിൽ ലെനോവോൻ്റെ റോളബിൾ ലാപ്ടോപ്പ് വരെ ഇറങ്ങിയിട്ടുണ്ട്. ലെനോവോ 14 ഇഞ്ചിൽ നിന്നത് 16 ഇഞ്ചിലേക്ക് അത് റോളബിൾ ചെയ്യാനുള്ള ഒരു ലാപ്ടോപ്പായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ വിലയാണെങ്കിലോ 15-16 റുപ്യാണ് വില, ദിർഹംസ് കിട്ടോ. പക്ഷെ പ്രോസസ്സറും കാര്യങ്ങളും കാര്യമായിട്ട് വലിയൊരു ഹെവി പ്രോസസ്സർ അല്ലെങ്കിൽ പോലും പക്ഷെ അത് റോളബിൾ ലാപ്ടോപ്പാണ്. പൈസ മേടിക്കാൻ ആഗ്രഹം, അത്രയും ടെക്നോളജീനോട് അത്രയും ആഗ്രഹമുള്ള ആൾക്കാർ അത് പോയിട്ട് മേടിക്കും. അതേപോലെ തന്നെയാണ് ഫോണുകളും ഇനി റോളബിളിലേക്ക് മാറാൻ പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഡിസ്പ്ലേ അവർ യൂസ് ചെയ്യുന്നത് പോളിമർ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ സാംസങ്ങിൻ്റെ Z Fold 7ഉം ഓപ്പോൻ്റെ 510 പിന്നെ ഹോണറിൻ്റെ മാജിക് V5ൻ്റെ അതേ ഡിസ്പ്ലേ, പേപ്പർ പോളിമർ ഡിസ്പ്ലേ ആണ് ഈ റോളബിൾ സ്മാർട്ട് ഫോൺസിനും ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ വില എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് പ്രൊട്ടക്ഷൻ വാറണ്ടി നിർബന്ധമായിട്ട് എടുത്തേ പറ്റൂ. പിന്നെ ഫസ്റ്റിലൊക്കെ അതിനെന്തായാലും ക്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ലേറ്റർ ഓൺ അവർ അപ്ഡേറ്റ് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു അപ്ഡേറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓപ്പോൻ്റെ 510 ക്രീസ്ലെസ് ഇല്ല എന്നാണ് ഞാൻ കണ്ടത്. ഒരു രക്ഷയില്ല ഫോൺ ഇവിടെ ഇറങ്ങിയിട്ടില്ല. കുറച്ച് ആൾക്കാരെ കയ്യിൽ ഞാൻ കണ്ടിരുന്നു. ക്രീസ്ലെസ് നെഹി എന്ന് പറഞ്ഞാൽ ഇനി അതേപോലെ തന്നെ ആയിരിക്കും റോളബിൾ സ്മാർട്ട് ഫോൺസും ഇറങ്ങാൻ പോകുന്നത്.
റെഡ് മാജിക്കിൻ്റെ ഒരു ഗെയിമിംഗ് ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെഡ് മാജിക് ടാബ്ലറ്റ് 5 Pro എന്ന് പറയുന്ന സീരീസ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇത് 9 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 2.2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടാബ്ലറ്റാണ്. 80 വാട്ട്സിൻ്റെ ചാർജർ, 9000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8 Lite E5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും ഒരു ലിമിറ്റഡ് എഡിഷൻ ചിപ്സെറ്റും കൂടിയാണ് ഇതിൽ. പിന്നെ ഇതിൻ്റെ CPU പെർഫോമൻസ് ആണെങ്കിൽ 20% കമ്പാരിറ്റീവ്ലി മറ്റുള്ള ചിപ്സെറ്റ് വെച്ചിട്ട് ഹൈ ലെവലും കൂടിയാണ്. പിന്നെ 30% GPU പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റിഫ്രഷ് റേറ്റ് ആണെങ്കിൽ അതും LTPO ആണ് വരുന്നത്. 185 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതും LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അത് പോരാണ്ട് ഇതിൽ കൂളിംഗ് ഫീച്ചർ ഉണ്ട്. അതായത് ഈ തെർമൽ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതും പോരാണ്ട് പിന്നെ കൂളിംഗ് ഫാനും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ 1000 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഈ ഒരു ടാബ്ലറ്റിന് കൊടുക്കാൻ പോകുന്നത്. അടിപൊളി ടാബ്ലറ്റ് കൊണ്ട്, പക്ഷെ ഇത് ചെറിയ സ്ക്രീൻ സൈസാണ്, 9 ഇഞ്ച്, അത് OLED 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ടാബ്ലറ്റ്. പേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് പേടിക്കാം. ദാറ്റ്സ് ഇറ്റ്. ടെക് ന്യൂസിലേക്ക് കടന്നാലും ലാസ്റ്റത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ DJIൻ്റെ ഡ്രോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതും 360 ഡിഗ്രി ഡ്രോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡുവൽ ക്യാമറ 360 ഡിഗ്രി ഡ്രോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ഡ്രോണും കൂടെയാണ് ഇത്. എല്ലാത്തിൻ്റെയും ഒരു വെല്ലിപ്പാണ് ഇത്. ജിൻകാസാമയാണ്, കസൂയാണ്. പിന്നെ കസൂയൻ്റെ വെല്ലിപ്പാണ് ഈ ഒരു സാധനം എന്ന് വേണമെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇത് 8K സപ്പോർട്ട് ചെയ്യും. 8Kയിൽ നമുക്ക് 60 FPS HDR ഇത് വർക്ക് ചെയ്യും. 4K 120 FPS അതും സപ്പോർട്ട് ചെയ്യും. പിന്നെ 20 കിലോമീറ്റർ റേഞ്ചാണ് ഇതിൻ്റെ കവറേജ്. ഇതൊരു FPV ഡ്രോണും കൂടെയാണ്. FPVയും വർക്ക് ചെയ്യും, RCയും വർക്ക് ചെയ്യും. RC2 ഗോഗിൾസും ഈ DJIൻ്റെ 360 ഡ്രോണിൽ വർക്ക് ചെയ്യും. ബാറ്ററി ടൈമിംഗ് ആണെങ്കിൽ ഇവർ പറയുന്നത് 29 മിനിറ്റാണ് പറയുന്നത്. എസ്റ്റിമേഷൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് കാലിബ്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 25 മിനിറ്റ് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു സ്പെയർ ബാറ്ററി മേടിക്കുന്നത് നിർബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ സ്പെയർ ബാറ്ററിയും കൂടെ മേടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഒരു 3 ബാറ്ററി കയ്യിലിരിക്കണം. ഒന്ന് ഡ്രോൺ പറത്താനും ബാക്കി 2 സ്പെയർ ആയിട്ട് ബാഗിൽ വെക്കാം. പിന്നെ ഇതിൽ ഓംനി ഡയറക്ഷനുണ്ട്. ഓംനി ഡയറക്ഷൻ ചെയ്യും, അത് നമ്മളെ കൂടെ ഫോളോ ചെയ്യും. പിന്നെ ഇത് LiDAR സെൻസറും ഉണ്ട്, ഇത് ഡെപ്ത് സെൻസറും കൂടിയാണ്. പിന്നെ ഇതിൽ ഓബ്സ്റ്റക്കൽ സെൻസറും കൂടി ഉണ്ട്. അതായത് ഓബ്സ്റ്റക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ പോകുമ്പോൾ ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെയും സെൻസർ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആപ്പിൾ പ്രോറസിൻ്റെ റോ ഫോർമാറ്റൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ വേറെ ലെവൽ സാധനമാണ്. പിന്നെ ഇത് സ്പീഡ് ഒരു അപ്രോക്സിമേറ്റ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊരു 120 കിലോമീറ്റർ കവറേജ് കടക്കും എന്നാണ്. അതായത് 120 km/h ഇത് കടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വേറെ ലെവൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി അറിയാലോ, നമുക്ക് തന്നെ മറിച്ചും തിരിച്ചും ക്യാമറ ഒക്കെ വീഡിയോ ഫൂട്ടേജൊക്കെ എടുക്കാം. വേറെ ലെവൽ സാധനം തന്നെ. ഏതൊരു കമ്പനി ഇറക്കിയിട്ടുണ്ട്, ഞാൻ ആ കമ്പനിയുടെ പേര് വിട്ടുപോയി. അവന്മാരാണ് ഇത് വേൾഡിൽ ഫസ്റ്റായിട്ട് ഇൻസ്റ്റയുടെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്, ആ പേര് വിട്ടുപോയി. അവരാണ് ഈ സാധനം ഇറക്കി. ഇപ്പം അതിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം DJI ഈ 360 ക്യാമറയും ഇറക്കിയിട്ടുണ്ട്, അതും 8K റെസൊല്യൂഷൻ. പിന്നെ ഇവിടെ മേടിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ അഡീഷണൽ ഒരു 200 dirhams കൊടുക്കണം. അതിൻ്റെ ലൈസൻസിങ്ങിനോ അങ്ങനെ എന്തോ ഉണ്ട്. എന്നിട്ടാണ് പിന്നെ അത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവർക്ക് വിൽക്കാൻ പാടില്ല ഇവിടെ. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് USA ഇത് ബാനുമാണ്, അത് അറിഞ്ഞിരിക്കണം. പക്ഷെ നമുക്ക് ബാക്കിയുള്ള കൺട്രികളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു അപ്ഡേറ്റ് കേട്ട്, അത് റൂമറാണോ എന്നറിയില്ല, ഇന്ത്യയിൽ DJIൻ്റെ ഡ്രോണുകളൊക്കെ നിർത്തുമെന്നാണ് പറയണത്. അപ്പം ഇന്ന് ഇന്ത്യക്കാരോട് ഒരു പുതിയ ഡ്രോൺ ഉണ്ടാക്കാൻ പറയാ, എന്നാലും അതും ഉണ്ടാക്കൂല, ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റൂമറാണ്. പക്ഷെ എനിക്ക് ഈ ഒരു ഡ്രോൺ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ DJIൻ്റെ 360
8K സപ്പോർട്ട് ചെയ്യുന്ന ഈ ഡ്രോൺ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെ. പിന്നെ പ്രൈസും ഇവർ പറയുന്നത് അഫോർഡബിൾ ആണെന്നാണ് പറയണത്. അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്യാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, എന്തായിരിക്കും ഇതിൻ്റെ വില എന്നുള്ളത്. ചിലപ്പോൾ ഇവിടെ ഒരു 6,000 ദിറംസ് 7,000 ദിറംസോളം വരാനാണ് സാധ്യത. ചിലപ്പോൾ അതിനും കൂടാനും സാധ്യത ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പോഴത്തെ നിലവിൽ പറ്റില്ല, കാരണം നമുക്ക് ഗവൺമെൻറ് അതിൻ്റെ ഉള്ള പെർമിഷൻസ് നമുക്ക് തന്നിട്ടില്ല. ഇനി ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം യുദ്ധത്തിൻ്റെ പ്രമാണിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല ഡ്രോൺ. അതും നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണം എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് അതും ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ ഇരിക്കുക. സ്റ്റേ സേഫ് ആസ് സൂൺ ആസ് പോസിബിൾ. സ്റ്റേ സേഫ്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത് കഴിഞ്ഞാൽ പെരുന്നാൾ എൻജോയ് ചെയ്യുക. വല്ല ഷോപ്പിംഗ് മാളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഒക്കെ കൂടെ പോയിട്ട് എൻജോയ് ചെയ്യുക. KFCയോ പിസ്സയോ എന്തെങ്കിലുമൊക്കെ തിന്നാണ്ട് ആർമാദിക്കന്നെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക് ഫ്രം മീ ആൻഡ് ഫ്രം മൈ സൈഡ് ആൻഡ് ഫ്രം ഷംസീർ ഫോർ ടെക് ഓൾസോ. ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.